നമ്മൾ തമ്മിൽ വീണ്ടും കാണുവാണ്, അത് വിധിയാന്ന് പറഞ്ഞ് ആ വീണ്ടും റൊമാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് വരുന്ന ഹൻസുജിനും സൂഹയും കൂടി ഇത് കണ്ടിട്ട് അവന്മാർക്ക് നല്ല ജലസാവും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസമായിരിക്കും ഇവർ സ്കൂളിൽ ബേസ്ബോൾ മാച്ചിന്റെ ഫൈനൽ മാച്ച് നടക്കുന്നത്. അങ്ങനെ ഇന്ന് അവൻ ലിംജിങ്ങിന് പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന അറിഞ്ഞിട്ട് ഹൻസുനും സൂഹയും കൂടെ അവിടേക്ക് അവനെ തടയാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്യുമ്പം നീയൊക്കെ ഈ മത്സരം കാണാൻ വരുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ രണ്ടുപേരും ഇവിടേക്ക് വന്നത് ലിംജിങ്ങിനെ കാണാൻ വേണ്ടിയാ. പക്ഷെ അവൾ ഇവിടെ കാണത്തില്ല. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ലിംജിങ്ങിന് അവൾക്ക് വേറൊരു പയ്യൻ ഇഷ്ടമെന്ന് അറിഞ്ഞിട്ട് ആ ബേസ്ബോൾ പ്ലെയറിനെ അവോയ്ഡ് ചെയ്ത് കാണും. അങ്ങനെ അതുകൊണ്ട് അവൾ ഇപ്പൊ വീട്ടിലുള്ളത്. അങ്ങനെ ആ കാര്യമൊന്നും അറിയാതെ ഇവന്മാർ രണ്ടുപേരും കൂടെ ആ മത്സരം ഒരുമിച്ചിരുന്ന് കാണുമ്പോഴാണ് ആ മത്സരം ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇവന്മാർ രണ്ടുപേരും സന്തോഷത്തിൽ നമ്മൾ ജയിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് ഹഗ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ TV കൂടെ കണ്ടോണ്ട് ഇവന്മാരെപ്പോഴാ ക്ലോസ് ആയെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ അത്ഭുതത്തോടെ നോക്കും. എന്നിട്ട് മത്സരം കഴിഞ്ഞിട്ട് ഹൻസുനും സൂഹും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് സൂഹ അവനെ കണ്ടിട്ട് പറയും അവൻ ഇന്ന് ഇവിടേക്ക് വന്നത് ലിംജിങ്ങിനെ കാണാൻ വേണ്ടിയാണ്. അതോടെ ഹൻസുവിനും ദേഷ്യത്തിൽ ഇവന് ലിംജിങ്ങിനല്ലാതെ വേറെ ആരും പ്രേമിക്കാൻ കിട്ടില്ലെന്ന് പറഞ്ഞ് അവന് സൂഹയുടെ ദേഷ്യത്തെന്ന് പറയും അവൻ ഇന്ന് വന്നത് ലിംജിങ്ങിന് വേണ്ടിയാണ്. അതോടെ ഇവർ തമ്മിൽ വീണ്ടും അടിയാകും. അങ്ങനെ ഇപ്പൊ രണ്ടുപേർക്കും ലിംജിങ്ങിന് ഇഷ്ടം. പക്ഷെ അവൾക്ക് നമ്മുടെ സൂഹയാണ് ഇഷ്ടം. അതുകൊണ്ട് സൂഹയും കടയിലേക്ക് ചെന്ന് ലിംജിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവനൊരു നെക്ലസ് വാങ്ങിക്കും. അതിനുശേഷം അന്ന് രാത്രി ഹൻസു അവന്റെ ഫാമിലി ആയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സിനിമയ്ക്കകത്തും ഇവന്റെ പോലെ തന്നെ ഒരു ലവ് സ്റ്റോറി അതിനകത്തും പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടെ അനിയത്തി അമ്മയും കൂടെ ഈ സെക്കൻഡ് ഹീറോയ്ക്ക് ഹീറോയുടെ ലവറിനെ തന്നെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞ് അവരുടെയും ദേഷ്യപ്പെടുമ്പോഴാണ് ഹൻസുവിനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒരാളെ സ്നേഹിക്കുന്നത് എന്തോ തെറ്റെന്ന് പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യും. കാരണം അവൻ അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും ട്രിപ്പിന് പോവുക. അങ്ങനെ ഹൻസുവിന് അവിടേക്ക് വരുമ്പോഴാണ് അവരെല്ലാവരും കൂടെ ലിംജിങ്ങിന് അവനും കൂടെ കണ്ടിട്ട് ഇവരുടെ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കുന്നതെന്ന് പറയും. അതോടെ ഇതൊക്കെ കണ്ട് സൂഹയും ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരനും ഞാനും മാച്ചിങ് ആയിട്ട് അതേപോലെ ഡ്രസ്സ് വരയെ കിട്ടാരാന്ന് പറയും. അതിനുശേഷം ഇവരും ബസ്സിലേക്ക് കയറുമ്പോഴാണ് സൂഹോ ലിംജിങ്ങിന്റെ അടുത്തിരിക്കാൻ വേണ്ടി അവൻ സീറ്റൊക്കെ പിടിച്ചേക്കും. പക്ഷെ അവിടേക്ക് സൂചിയും വരുന്നുണ്ട്. ലിംജിങ്ങിന് അവളെ ആയിരിക്കത്തില്ല വിളിച്ചെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് അവൾ ഇരിക്കുന്നത് ഹൻസുജിന്റെ അടുത്തായിരിക്കും. ഇതോടെ ക്ലാസ്സുകളിൽ എല്ലാവരും കൂടെ മിക്കവാറും ഹൻസുജിനും ലിംജിങ്ങും കൂടെ തിരിച്ചു വരുമ്പോൾ കപ്പിൾസ് ആണെന്ന് കളിയായിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരും ട്രിപ്പിന് പോയ സ്ഥലത്ത് വെച്ച് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൂഹയ്ക്ക് സൂചന ഇഷ്ടം അറിഞ്ഞിട്ട് അവൾ അവൻ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ചാൻസ് ഒക്കെ യൂസ് ചെയ്ത് ഹൻസുവിന് അവളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ കപ്പിൾസിനെ മാത്രം സ്പെഷ്യൽ ആയിട്ട് എടുക്കുന്ന പറഞ്ഞ് അവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങും. അതോടെ സാർ അവിടേക്ക് വന്നിട്ട് ഇവിടെ ആരാ കപ്പിൾസ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവരുടെ സാറാണ് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് ആ സാറെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അതിനുശേഷം ഇവരെല്ലാം വിളിച്ചിരുത്തി ഒരു ഗെയിം കളിക്കുമ്പോഴാണ് ഓരോരുത്തരും ടീമായിട്ട് ഫോം ചെയ്യാൻ പറയുമ്പം സൂഹയും അവന്റെ ടീമിലേക്ക് ലിംജിങ്ങിനെ വിളിക്കും. പക്ഷെ അവരുടെ ടീം ഒരാൾ കൂടുതലായതുകൊണ്ട് ഒരാൾ മാറിപ്പോണെന്ന അവസ്ഥ വരുമ്പോഴാണ് ഹൻസുജിനാണ് ലിംജിങ്ങിനെ അവന്റെ ടീമിലേക്ക് വിളിച്ചു വരുത്തും. അതോടെ സൂഹോ വീണ്ടും ജലസാകുമ്പോഴാണ് മത്സരം സ്റ്റാർട്ടായതോടെ അവസാനം വരെ പിടിച്ചിരിക്കുന്നത് സൂഹോയുടെ ടീമും ഹൻസുവിന്റെ ടീമും ആയിരിക്കും. പിന്നെ ഹൻസുവിന്റെ കൂട്ടുകാരനും കാണും. പക്ഷെ അവസാനത്തെ റൗണ്ടിൽ ഇവരുടെ ടീമേറ്റിനെ പൊക്കിയെടുത്തോണ്ട് നിൽക്കുന്നതായിരിക്കും മത്സരം. അങ്ങനെ ഹൻസുവിന്റെ ഗാങ്സും അവന്മാരെല്ലാം കൂട്ടത്തോടെ വീഴുമ്പോഴാണ് അവസാനം ഇവിടെ സൂഹയും ഹൻസുവിനും മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ആ മത്സരത്തിൽ ജയിക്കുന്ന സൂഹയായിരിക്കും. അതോടെ ഹൻസുജിനും അവന്റെ കൈയൊക്കെ പോയെന്ന് പറഞ്ഞ് ലിംജിങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവള് ഞാൻ വേണേ മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കാണുന്ന സൂഹയ്ക്കെല്ലാം നല്ല രീതിക്ക് ജലസാവും. അതേസമയം സൂചനാണ് അവൻ ഇത്ര സമയം അവള് പൊക്കി നിർത്തിയോണ്ട് അവള് കുറച്ച് ഷൈ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇവൾക്ക് നമ്മുടെ സൂഹയെ ഇഷ്ടം. അതിനുശേഷം ഇവരെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഈ ട്രിപ്പ് ഗൈഡ് ചെയ്യുന്ന ആളും ഹൻസുവിന്റെ ഗാങ്ങുമായിട്ടൊന്ന് സംസാരിക്കും. അപ്പോഴാണ് അയാളും രാത്രി സമയത്ത് പയ്യന്മാരൊന്നും പുറത്തേക്ക് പോലെന്ന് അവരെയൊക്കെ വാൺ ചെയ്യും. ഇതോടെ അവന്മാരെല്ലാരും കൂടെ രാത്രി സമയത്ത് പോയാൽ എന്തോ പ്രശ്നം നടക്കുമെന്ന് അയാളോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അങ്ങേര് ഇവന്മാരെല്ലാം പേടിപ്പിച്ച് കളയും. രാത്രി സമയത്ത് പുറത്തിറങ്ങിയ കാണാൻ കൊള്ളത്തൊരു മരിച്ചുപോയ സ്ത്രീ ഇവരെല്ലാം കൊല്ലാൻ വേണ്ടി ഒരു കിണറിന്റെ അടുത്ത് നിന്ന് വരുന്നു പറയും. ഇതോടെ അവന്മാര് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോഴാണ് അങ്ങേര് ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയതിനു ശേഷം ചുമ്മാ അയാൾക്ക് ബഹുമാനം കൊടുക്കാൻ വേണ്ടി പേടിച്ച പോലെ ആക്ട് ചെയ്തയാന്ന് ഇവന്മാരൊക്കെ കൂളായിട്ട് ബിഹേവ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ സത്യത്തിൽ ഇവന്മാരെല്ലാം പേടിച്ചുപോയി. അതിനുശേഷം അന്ന് രാത്രി സൂഹോ ലിംജിങ്ങിന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി അവളെയും വിളിച്ചോണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അവളാണ് എന്തിനായിരിക്കും വിളിച്ചെന്ന് പറഞ്ഞ് കുറച്ച് ഷൈ ആയിട്ട് അവന്റെ കൂടെ തന്നെ പോകും. പക്ഷെ അവസാനം വരെ അവൊന്നും മിണ്ടാത്തോണ്ട് ഇവൾ അവിടെ ഒരു ബോട്ടിരിക്കുന്നുണ്ട് അവിടേക്ക് ചെല്ലാന്ന് പറയുമ്പോഴാണ് ഇവന് അവളുടെ കൂടെ അവിടേക്ക് ചെന്നിട്ട് ഇവൾക്ക് ബോട്ടിൽ കയറുന്നതൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കും. അങ്ങനെ അവള് മൊബൈൽ എടുത്തിട്ട് അവൾക്ക് ബോട്ടിൽ കയറുന്ന ഇഷ്ടമെന്ന് പറയുമ്പോഴാണ് സൂഹയും പിന്നെ അവൾക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്ന് പറഞ്ഞ് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങും. ഇതോടെ വീണ്ടും അവൾ കൺഫ്യൂസ് ആയി അവനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സൂഹോ അടുത്തേക്ക് വന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് സെൽഫി എടുക്കാന്ന് പറഞ്ഞ് അവളുടെ കൂടെ ഫോട്ടോ എടുക്കും. അപ്പനാണ് ഒരു വണ്ട് പറന്ന ഉടനെ ലിംജിങ്ങൻ പേടിച്ച് ആ വെള്ളത്തിലേക്ക് അങ്ങ് വീഴും. ഇതേ സമയം നോക്കി അയാൾ പറഞ്ഞ പോലെ പ്രേതമല്ല ഉണ്ടോന്ന്
പറഞ്ഞ് അവന്മാരെല്ലാവരും കൂടെ ഹൻസുജിനെ വിളിച്ചോണ്ട് അവിടേക്ക് വരും. പക്ഷെ ഹൻസുജിനാണ് മൊത്തത്തിൽ പേടിച്ചു പോയിരിക്കുക. ഇവന്മാർക്ക് പ്രേതത്തിനെ കാണണമെന്ന് പറഞ്ഞ് വെറുതെ അവനും കൂടെ പണി കൊടുക്കുമെന്ന് പറഞ്ഞ്. അതേസമയം സൂഹോ ലിംജിങ്ങിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് മേക്കപ്പ് ഇല്ലാതെ മിക്കവാറും ആരെങ്കിലും കണ്ട മൊത്തത്തിൽ പെട്ടോ എന്നറിഞ്ഞ് അവളും പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് സൂജിനും ലിംജിങ്ങിനെ അന്വേഷിച്ച് അവിടേക്ക് വരുമ്പം ഇവള് കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവള് സൂഹയെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവള് ചെന്ന് ഒളിഞ്ഞിരിക്കും. അതോടെ സൂജിൻ ഇവനെ കണ്ടിട്ട് ഇവൻ എന്ത് ഇപ്പൊ ഇവിടെ ചോദിക്കുമ്പോഴാണ് അവനും ചുമ്മാ കറങ്ങാൻ വന്നേന്ന് പറഞ്ഞിട്ട് അവളെ ഡൈവേർട്ട് ചെയ്ത് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അതിനെ ശിവന്മാരെല്ലാരും കൂടെ ഹൻസുജിനെ പുറയിലാക്കിയിട്ട് ആ പ്രേതത്തിനെ അന്വേഷിച്ച് ആ കിണറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ലിംജിങ് നിൽക്കുന്നുണ്ട്. ഇവന്മാരെല്ലാം പ്രേതം എന്ന് പറഞ്ഞ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അതോടെ ഇവള് രക്ഷപ്പെട്ടാതെന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അതേസമയം അവിടേക്ക് ഹൻസുജിനും വരും. ഇത് കണ്ട് അവള് പേടിച്ചു പോയിട്ട് അവിടുത്തെ മരത്തിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂഹയാണ് അവൾക്കൊരു മെസ്സേജ് ഇടും. അപ്പോഴാണ് ഈ സൗണ്ട് കേട്ട് ഹൻസുജിൻ അവിടേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഇവൾ അവിടെ നിന്ന് ചാടി ഒറ്റ ഓട്ടം കൂടി പോകും. ഇതോടെ അവന് മൊത്തത്തിൽ ബോധം കെട്ടങ്ങ് വീഴും. അങ്ങനെ ഇവന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് സൂഹയുടെ മെസ്സേജ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവൻ ഇപ്പോഴും ഇവളെ അന്വേഷിച്ച് ആ ഫോറസ്റ്റ് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവന്റെ മെസ്സേജ് കണ്ടിട്ട് അവൾ സുരക്ഷയായിട്ട് ക്യാമ്പിലേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ഇടും. അപ്പോഴാണ് അവന് സമാധാനമാകുന്നത്. പക്ഷെ ഇന്ന് അവൻ പ്രപ്പോസ് ചെയ്യാനുള്ള ആ പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പായി. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം എല്ലാവരും എഴുന്നേക്കുന്ന മുമ്പേ തന്നെ ലിംജിങ്ങിന് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് അവൾ എല്ലാവരും കൂടെ പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ഇവരുടെ ഒരു ഗെയിം കളിക്കുമ്പോഴാണ് ഇന്നലെ വെള്ളത്തിൽ വീണുകൊണ്ട് അവൾക്ക് ചെറുതായിട്ട് പനി പിടിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും ബസ്സിൽ ചെന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അതേസമയത്ത് ഹൻസുജിനും കണ്ട് അവൻ അവളുടെ കൂടെ തന്നെ പോകും. എന്നിട്ട് അവന് മരുന്നൊക്കെ അവൾക്ക് എടുത്തു കൊടുത്തിട്ട് അവളെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുമ്പോഴാണ് അതേസമയം സൂഹോ ഇവളുടെ അടുത്ത് ഹൻസുജിൻ ഇരിക്കുന്നിട്ട് അവനും പെട്ടെന്ന് ബസ്സിലേക്ക് കയറി വരും. അതേസമയം സൂഹയെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി ഇവൻ അവളും തമ്മിൽ സെറ്റായതുപോലെ ആക്ഷൻ കാണിക്കുമ്പോഴാണ് സൂഹയും ദേഷ്യത്തിൽ അവനെ പുറത്തേക്ക് വരാൻ പറയും. അതോടെ പുറത്ത് വെച്ച് ഇവന്മാർ തമ്മിൽ നല്ല അടിയായിരിക്കും. അങ്ങനെ സൂഹോ കട്ടക്കരിപ്പി അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ പുറം എന്തിന് ഇവൻ വരുന്ന ചോദിക്കുമ്പോഴാണ് ഹൻസുജിനും നിനക്കിഷ്ടമെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടൂടെ എന്ന് അവർ രണ്ടുപേരും കൂടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അടിയെല്ലാം കഴിഞ്ഞിട്ട് സൂഹോയുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വന്ന് ലിംജിങ്ങിനെ സെറ്റാക്കാൻ വേണ്ടി അവൾ ഇന്ന് രാത്രി ഒന്നും കൂടെ പുറത്തേക്ക് വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ രാത്രി പുറത്തേക്ക് വിളിച്ചുകൊണ്ട് സെറ്റാക്കെന്ന് പറയുമ്പോഴാണ് അതേസമയം ഈ അവസാനത്തെ ഡയലോഗ് മാത്രമേ ലിംജിങ്ങിന് അവിടെ നിന്ന് കേൾക്കത്തുള്ളൂ. അതോടെ അവൾ തെറ്റിയിരിക്കും സൂഹോ വേറെ ആരാണ്ട് ഇന്ന് പ്രപ്പോസ് ചെയ്യാൻ പോവാന്ന്. അങ്ങനെ രാത്രി സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നടത്തുമ്പോഴാണ് ഇവന്മാരെല്ലാരും കൂടെ ഹൻസുജിന് ഒരു പാട്ടുകാരനെന്ന് അറിഞ്ഞിട്ട് അവനെ പാടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. പക്ഷെ അവനാണ് എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴാണ് ലിംജിങ്ങിനും അവനെ ചെന്ന് പാടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾക്ക് വേണ്ടി പാടാന്ന് പറഞ്ഞിട്ട് അവന് സ്റ്റേജിലേക്ക് കയറി പോകും. ഇതും കണ്ട് സൂഹോ വീണ്ടും ദേഷ്യത്തിലാകും. അങ്ങനെ അവൻ പാട്ട് പാടുന്ന അതേസമയം ലിംജിങ്ങിനാണ് സൂഹയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് സൂചന വന്നിരിക്കുന്നുണ്ട്. അവൾ ചെറുതായിട്ട് ഹേർട്ടായി അവളെ എഴുന്നേറ്റ് പോകും. കാരണം അവർ കപ്പിൾസ് ആണെന്ന് ഇവൾ വിചാരിച്ചേക്കുന്നത്. അപ്പോഴാണ് അതേസമയം ഇവൾ പോകുന്നുണ്ട്. സൂഹോയുടെ കൂട്ടുകാരൻ അവിടേക്ക് വന്നിട്ട് അവൻ പ്ലാൻ ചെയ്ത പോലെ സൂഹോയുടെ ഒരു കോട്ട് എടുത്ത് അവളുടെ കൊടുത്തിട്ട് ആ വാഷ്റൂമിൽ പോകുന്നുണ്ട്. ഈ ഡ്രസ്സ് സൂഹോയുടെ കൊടുക്കാമെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ ഏൽപ്പിക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് സൂഹയെ കണ്ടിട്ട് ഇവന്റെ ഡ്രസ്സ് തരാൻ വേണ്ടി ലിംജിങ്ങിനെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വിളിച്ചേക്കാന്ന് പറഞ്ഞ് ഇവൻ അവിടേക്ക് ചെല്ലാൻ പറയും. അങ്ങനെ അതിനുശേഷം ലിംജിങ്ങിന് അവന്റെ ഡ്രസ്സ് എടുത്തോണ്ട് അവിടേക്ക് ചെല്ലുമ്പോഴാണ് പോകുന്ന വഴിക്ക് തന്നെ അവൾ സൂചന മീറ്റ് ചെയ്യും. ഇതോടെ അവൾ ഇവൾ എവിടെ പോകുന്ന പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ലിംജിങ്ങിന് ഈ ഡ്രസ്സ് സൂഹയുടെ അടുത്ത് കൊടുക്കാൻ പോകുന്ന പറയും. അതോടെ അവളും പെട്ടെന്ന് എങ്കിൽ പിന്നെ ഞാൻ തന്നെ കൊടുക്കാന്ന് പറഞ്ഞ് ലിംജിങ്ങിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് ഇവൾ ഓർത്ത് നോക്കുന്നത് സൂഹയ്ക്ക് എന്തായാലും ഇവളിൽ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് അവളുടെ തന്നെ കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് മടങ്ങും. അതേസമയം ഇവൾ പ്രപ്പോസ് ചെയ്യുന്ന സന്തോഷത്തിൽ സൂഹ അവിടെ ചെല്ലുമ്പോഴാണ് അവൻ അറിയുന്നത് അവൾക്ക് വരെ അവിടെ വന്നത് സൂചനാണെന്ന്. അതോടെ അവൻ അപ്പം തന്നെ ലിംജിങ്ങിന് അവിടെ പോയെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് അറിയാതെ ഇവൻ പ്രപ്പോസ് ചെയ്യാൻ വെച്ചിരുന്ന ആ ചെയിനും തറവിന്ന് പറഞ്ഞ് സൂചന അവൻ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ഇവന് ലിംജിങ്ങിന് അവിടെ പോയെന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് അവരുടെ സെറ്റ് ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ഹൻസുജിനും വരും. എന്നിട്ട് അവനും അവന്റെ പെർഫോമൻസ് കണ്ട് കരച്ചില്ലെന്നേന്ന് പറഞ്ഞ് അവളെ കളിയാക്കുമ്പോഴാണ് അവൾ നല്ല രീതിയിൽ കരയുമ്പം ഇവൻ അടുത്തേക്ക് ചെന്ന് എന്തോ പ്രശ്നം ചെയ്യിക്കും. പക്ഷെ അവളൊന്നും പറയാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ അതിന് സോറി പറയാന്ന് പറഞ്ഞ് അവൻ അവൾ സമാനപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് സൂഹയ്ക്ക് എന്തിനാ ഇവളോട് ഇഷ്ടം തോന്നാത്തേന്ന് അവനോട് ചോദിക്കുമ്പോഴാണ് ഇനി ഇതിനെ കുറിച്ചൊന്നും പറയേണ്ടെന്ന് ഹൻസുജിൻ അവളെ തടയാൻ നോക്കും. പക്ഷെ അതിന് മുമ്പേ തന്നെ അവൾക്ക് സൂഹയെ ഒത്തിരി ഇഷ്ടമെന്ന് പറയുമ്പോഴാണ് ഇവന് ചെറുതായിട്ട് അത് ഹേർട്ട് ചെയ്തിട്ട് ഇതെന്തിനാ എന്നോടിപ്പം പറഞ്ഞെന്ന് അവനും ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്ത് അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവരുടെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് സൂഹയും കാണും. അതിനുശേഷം ലിംജിങ്ങിന് അവിടെ നിന്ന് പോകുമ്പോഴാണ് സൂഹ അവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് ഹൻസുജിൻ കാരണമാണ് ഇവൾ കാര്യമെന്നേം ചോദിക്കും. അങ്ങനെ ഇവൻ വീണ്ടും കെയർ ചെയ്യുന്നുണ്ട്. വെറുതെ എന്തിനാ സൂചന ഇഷ്ടപ്പെട്ടിട്ട് എന്നെ വന്നിങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോഴാണ് സൂഹയ്ക്ക് മനസ്സിലാവുന്നത് ഇവന് സൂചന ഇഷ്ടമെന്ന് അവൾ തെറ്റിരിച്ചോണ്ട ഇത്രയും ദിവസം അവോയ്ഡ് ചെയ്തതെന്ന്. അതുകൊണ്ട് അവനും ഇവൾ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറയാൻ വരുമ്പോഴാണ് ഇവർ നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് വരും. അതോടെ ഇവൾ കരഞ്ഞു ചെറുതായിട്ട് മേക്കപ്പ് ഒക്കെ പോയതുകൊണ്ട് ഇവന്മാരെ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവർ തുണി എടുത്തോണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് അവന്മാരെല്ലാരും കൂടെ ഇതാ പ്രേതമെന്ന് പറഞ്ഞ് ലിംജിങ്ങിനിട്ട് ഓടിക്കാൻ തുടങ്ങും. അങ്ങനെ സൂഹോ ഇവരുടെ അടുത്ത് നിന്ന് അവളെ രക്ഷിച്ചോണ്ട് പോകുമ്പോഴാണ്
ആ തുണി പറന്ന് ദൂരേക്ക് അങ്ങ് വീണു പോവും. അതുകൊണ്ട് അവന്മാരെല്ലാരും കൂടെ പ്രേതം താഴേക്ക് പോയി എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അതേസമയം സൂഹയാണ് അവൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ മറച്ചു വെച്ചേക്കും. അങ്ങനെ അവൾ അവരൊക്കെ പോയെന്ന് പറഞ്ഞ് ആശ്വാസപ്പെട്ടിരിക്കുമ്പോഴാണ് സൂഹയാണ് അവൾ ഇതിനു മുമ്പ് പറഞ്ഞേ കേട്ടിട്ട് അവൻ ഇഷ്ടം സൂചനയല്ല ലിംജിങ്ങനാന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അങ്ങനെ അതോടെ ഇവർ രണ്ടുപേരും കൂടെ സെറ്റായി. അങ്ങനെ അതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.